നല്ല സ്മാർട്ടായിരുന്നു ക്ലാസ്സിൽ. ഇപ്പൊ കുറവായപ്പോ അനന്ത് സാറ് പറഞ്ഞ മാതിരി അതായത് നല്ലൊരു പഠിപ്പിസ്റ്റായിരുന്നു, എല്ലാ കാര്യത്തിലും ടോപ്പായിരുന്നു, അതായത് നല്ല മിടുക്കനുമായിരുന്നു, അതേസമയം അത്യാവശ്യം നല്ല കുറുമ്പനുമായിരുന്നു. അതിൻ്റെ ഒരു വലിയ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ ബേസിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് കേരളത്തിലെ അന്നത്തെ ഒരു മിനിസ്റ്റർ, ഒരു ക്ലീൻ ഇമേജുള്ള മിനിസ്റ്റർ ബിനോയ് വിശ്വം സ്കൂളിൽ വന്നു. അപ്പം നിങ്ങളുടെ മുമ്പിൽ ഒരു മിനിസ്റ്റർ വന്ന മക്കളെ നിങ്ങൾ എന്തായിരിക്കും പുള്ളിയോട് ചോദിക്കാൻ പോകുന്നത്? നേരത്തെ ആസിഫ് അലിയോട് എന്തെങ്കിലും ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പല ചോദ്യങ്ങളും ചോദിച്ചില്ല. അതുപോലെ എന്തായിരിക്കും നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്? ബേസിൽ ചോദിച്ചത് ഒരു കിടുക്കാച്ച ചോദ്യമായിരുന്നു. കേരളത്തിലെ ജേർണലിസ്റ്റുകൾ പോലും ചോദിച്ചിട്ടുണ്ടാവില്ല. പുള്ളി ചോദിച്ചതേ, മിനിസ്റ്റർ എന്താ അഴിമതി ഒന്നും ചെയ്യാത്തതെന്നാണ്. അത് പിറ്റേ ദിവസത്തെ പത്രത്തിലൊക്കെ മിടുക്കന്റെ കുസൃതി ചോദ്യം എന്ന് വന്നതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ അതാണ്. ഏതായാലും പിന്നെ എൻ്റെ ക്ലാസ്സിലെ ബെഞ്ചിലിരുന്ന ബേസിൽ നിന്ന് മലയാളികളുടെ മനസ്സിലിരിക്കുന്ന ബേസിലിനെയാണ് ഞാൻ ഇന്ന് കാണുന്നത്. സോ ഹാപ്പി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഗുരുക്കന്മാരുടെ ഒരു